നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇപ്പോൾ 10 to 15% വരെ നമുക്ക് പാല് ഈ സൈലേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പാല് കിട്ടും. നമ്മുടെ അടുത്ത് ഇപ്പോൾ മിക്സിംഗ് ഫീഡ് ഉണ്ട്, സൈലേജ് ഉണ്ട്, ബൂസ്റ്റർ മിക്സ് ഉണ്ട്, പെല്ലറ്റ് മിക്സ് ഉണ്ട്, പിന്നെ മുട്ടക്കോഴിക്കുള്ള തീറ്റ ഉണ്ട്, അതായത് അഴിച്ചിട്ട് വളർത്തുന്ന നാടൻ കോഴികള് താറാവുകൾക്കുള്ള തീറ്റ ഉണ്ട്, പിന്നെ അതുപോലെ പിണ്ണാക്കുണ്ട്. സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സ് ഇപ്പൊ ഒരു വട്ടം എടുത്താൽ പിന്നെ അവർ തിരിച്ച് എന്തായാലും വരും. ഇതിനെ കൊടുത്തിട്ട് ഇതിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർക്കാണ് ഇതെന്താന്ന് ചില ആൾക്കാർക്ക് അറിയില്ല, ചില കർഷകർക്ക് അറിയില്ല. ഇപ്പൊ ഒരു സുമാർ 35 റുപ്യ 33 റുപ്യൊക്കെ മാർക്കറ്റ് വില വരുന്നുണ്ട്. ഈ സാധനം ഏറിയിട്ടുണ്ടെങ്കിൽ ചെറിയ പൈസ വരുന്നുള്ളൂ, അതിന്റെ പകുതിക്ക് പകുതിയെ വരുന്നുള്ളൂ. അത് ശരിയാ. ഇവരിവിടെ ചെയ്യുന്നത് കാലിത്തീറ്റ നിർമ്മിക്കുക എന്നുള്ളതാണ്. എന്നോട് ഇന്നലെ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഈ റേറ്റിന് ആർക്കും കൊടുക്കാനും പറ്റില്ല, അതുപോലെ തന്നെ ഇതിൽ പ്രോട്ടീനും കൂടുതലായതുകൊണ്ട് തന്നെ ഈ കാലിത്തീറ്റയ്ക്ക് പാലും കൂടുന്നു പറഞ്ഞു. പശുക്കൾക്കൊക്കെ ആണെങ്കിൽ അതിലേക്ക് ആടുകൾക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെയാണോ? സ്ഥിരമായിട്ട് നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇപ്പോൾ 10 to 15% വരെ നമുക്ക് പാല് ഈ സൈലേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പാല് കിട്ടും. ചോളത്തിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫുഡാണ് ശരിക്കും പശുക്കൾക്കൊക്കെ വേണ്ടി. പശു, ആട്, പോത്ത്, അതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എരുമ, അങ്ങനത്തെ എല്ലാ ഐറ്റംസിനും നമുക്കിത് കൊടുക്കാൻ പറ്റും. സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സ് ഇപ്പൊ ഒരു വട്ടം എടുത്താൽ പിന്നെ അവർ തിരിച്ച് എന്തായാലും വരും. ഇതിനെ കൊടുത്തിട്ട് ഇതിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർക്കാണ് ഇതെന്താന്ന് ചില ആൾക്കാർക്ക് അറിയില്ല, ചില കർഷകർക്ക് അറിയില്ല. അപ്പൊ അവർക്കൊക്കെ വേണ്ടിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് കൊടുത്ത് പരീക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ പിന്നെ അവര് എന്തായാലും തീർച്ചയായിട്ടും പിന്നീട് വന്നിട്ട് എടുക്കും. അതിന്റെ മാറ്റം അറിഞ്ഞാലാണ് എടുക്കുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ പറയുമ്പോ നമുക്കിത് ജസ്റ്റ് പുല്ലല്ലേ എന്ന് തോന്നാം. ഇപ്പൊ തീറ്റപ്പുല്ല് പോലെ കൊടുക്കാനല്ല അത്. തീറ്റപ്പുല്ല് കൊടുക്കുമ്പോ നമുക്കൊരു ഗ്രീൻ ആയിട്ടുള്ള ഒരു ഐറ്റം കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇതാകുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി പാല് കൂടുതൽ കിട്ടാൻ ഉപകരിക്കുന്ന ഒരു ഐറ്റം, ഒരു ഫീഡ് തന്നെയാണ് ശരിക്കും. പാലില് ഫാറ്റ് കൂടും, ഇത് എത്ര വർഷമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്? ഇപ്പൊ 2 വർഷമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. 2 വർഷമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ചേട്ടന് ഫാം ഉണ്ടോ? ഫാം ഉണ്ട്. പിന്നെ എത്ര വർഷമായിട്ട് ഫാം ഉണ്ട്? ഒരു 10 വർഷത്തോളായിട്ട് പശു വളർത്തുന്നുണ്ട്. പശു വളർത്തുന്നുണ്ട്. ഇപ്പൊ 2 വർഷമായി ഇവിടുന്ന് കൊണ്ടുവരുന്നു പറയുന്നു. ഈ 2 വർഷം മുന്നേ കൊടുത്ത ആ ഒരു കാലിത്തീറ്റ ഇപ്പൊ കൊടുക്കുന്ന കൂടിയിട്ട് എന്താണ് വ്യത്യാസം? ഇതിൽ എന്താ വ്യത്യാസം? ഇത് എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പെല്ലറ്റിന്റെ അളവ് കുറയ്ക്കുമെന്ന്. പെല്ലറ്റിന് ഒന്നാമത് പൈസ കൂടുതലാണ്, ഇതാകുമ്പോൾ പൈസ കുറവാണ്. പിന്നെ പെല്ലറ്റ് കൊടുത്ത പശുക്കൾ എന്നും താഴത്തേക്ക് നല്ലത് മേലേക്ക് വരില്ല. പാലുൽപാദനം ഉണ്ടോ? ഇതാകുമ്പോൾ പെല്ലറ്റിന്റെ അളവ് കുറച്ചിട്ട് ഇത് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ പൈക്കൊക്കെ ഒന്ന് ഗ്രോത്ത് കൂടും. പിന്നെ ഒന്നാമത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അസുഖങ്ങൾ കുറയും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി, ഈ സൈലന്റ് ഹീറ്റൊക്കെ വരില്ല. ഈ ഹീറ്റ് കാണുമ്പോൾ ഈ കൂടുതൽ പെല്ലറ്റ് കൊടുക്കാത്ത കാരണം. അപ്പൊ ഇതാകുമ്പോൾ ഈ കറക്റ്റ് ഹീറ്റ് കാര്യങ്ങൾ അതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ കാൽസ്യക്കുറവ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഇതിൽ ഈ ഉപ്പ് മഞ്ഞപ്പൊടിയൊക്കെ ഉണ്ടാവുകൊണ്ട് പ്രതിരോധ ശക്തിയും കൂടുന്നുണ്ട്. പിന്നെ ചോളം ഉണ്ടാവുകൊണ്ട് പിന്നെ ഫൈബർ കണ്ടന്റാണ്, ദഹനം കൂടും. ഈ ചാണം മുറുകിയിട്ട് പോവാ. ഇതാണ് നമ്മുടെ മെയിൻ സംഭവം. നമ്മൾ ആദ്യം ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫീഡ് ഇതാണ്. നമ്മൾ ഇത്ര ആയിട്ട് ഒരു ദിവസം നമുക്കൊരു 400-500 ബാഗ് പ്രൊഡക്ഷനും ഉണ്ട്, സെയിലും ഉണ്ട് നമുക്ക് ഏകദേശം. ഞാൻ ചോദിക്കുന്നത് ഇതും കാലിത്തീറ്റ തന്നെയല്ലേ? ഇത് കാലിത്തീറ്റ. അതും ഇതും കൂടിയിട്ട് എന്താണ് വ്യത്യാസം? ഇത് രണ്ടാണ്. ഇപ്പൊ അവിടെ കണ്ടത് നമ്മൾ സൈലേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റാണ്. ഇതൊരു മിക്സഡ് ഫീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റാണ്. ഇതിലിപ്പോ നമുക്ക് ഗോതമ്പ് തവിട്, നെല്ല് തവിട്, അതൊക്കെ ഐറ്റംസ് അവിടെ ഉണ്ട്. ഇത് പരുത്തിക്കുരു. ഇത് പഞ്ഞെടുത്തതിന് ശേഷമുള്ള പരുത്തിക്കുരു. ഇതിലൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് പിന്നെ മഞ്ഞപ്പൊടി വരും. നമ്മൾ ഈ വിഷാംശം, ഫുഡില് വിഷാംശം കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിട്ടൊക്കെ ആയിട്ട് ഇത്. പിന്നെ ഉഴുന്ന് തവിട്, നമുക്ക് പശുക്കൾക്ക് ഒരു ബോഡിക്ക് ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിട്ടൊക്കെ ആയിട്ടുള്ളത്. പിന്നെ ഉപ്പാകുമ്പോ അത് കാൽസ്യത്തിനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇത് ഫൈബർ, ചോളത്തിന്റെ ഫൈബർ ആണ്, നമുക്ക് ഫൈബർ കണ്ടന്റ് കൂടുതൽ ഉണ്ടാവുന്നത്. പിന്നെ നെല്ല് തവിട്, ഇത് നെല്ല് തവിട്, ഇത് വൈറ്റ് കപ്പ, പിന്നെ അതുപോലെ ഇത് ഗോതമ്പ് തവിട്. ഗോതമ്പ് തവിടിന്റെ ഇലത്തവിടാണിത്, മറ്റേ പൗഡർ അല്ല. ഇത് ബ്രൗൺ കപ്പ. അതെ. കപ്പ പൊടിച്ചതാണ്. ഇതിൽ മിക്സ് ചെയ്യണ എല്ലാ ഐറ്റംസും നമ്മൾ സെപ്പറേറ്റ് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ഒരു ബൂസ്റ്റർ മിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാല് കൂടാനുള്ള ഒരു ഡ്രൈ ഫീഡാണ്. അതായത് 1-2 ഐറ്റം അല്ല, ഒരു എത്ര ഐറ്റം ഉണ്ട്? നമ്മുടെ അടുത്ത് ഇപ്പൊ മിക്സിംഗ് ഫീഡ് ഉണ്ട്, സൈലേജ് ഉണ്ട്, ബൂസ്റ്റർ മിക്സ് ഉണ്ട്, പെല്ലറ്റ് മിക്സ് ഉണ്ട്, പിന്നെ മുട്ടക്കോഴിക്കുള്ള തീറ്റ ഉണ്ട്, അതായത് അഴിച്ചിട്ട് വളർത്തുന്ന നാടൻ കോഴികള് താറാവുകൾക്കുള്ള തീറ്റ ഉണ്ട്, പിന്നെ അതുപോലെ പിണ്ണാക്കുണ്ട്. ഇതിലെന്തൊക്കെയാണ്? ഇതിലിപ്പോ നമുക്ക് ആ ഒരു 6-7 ഐറ്റംസ് നമുക്ക് മിക്സഡ് ആയിരിക്കും. ഇതിപ്പോ ഇങ്ങനെ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെഡ് പോലെയാണ് കിടക്കുന്നുണ്ടാവും. അതുപോലെ ചോളപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ അതുപോലെ ഉഴുന്ന് തവിട് ഉണ്ട്, പിന്നെ അതുപോലെ ബിസ്ക്കറ്റ് പൗഡർ ഉണ്ട്, പിന്നെ അതുപോലെ മിനറൽസ് ഉണ്ട്. 40 കിലോ 800 രൂപ, 20 കിലോന് 20 രൂപ റേഞ്ചില്. നമുക്ക് പെല്ലറ്റിന്റെ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ അതൊക്കെ ഒരു 35-36 രൂപ വരുന്ന ഐറ്റം. നമുക്കിപ്പോ ഇത് കൊടുത്തിട്ട് നമുക്ക് പെല്ലറ്റിന്റെ അളവ് കുറയ്ക്കാം. പാലില് ഫാറ്റും SNF-നൊക്കെ മാറ്റം ഉണ്ടാവും. കൺഫേം ആയിട്ട് നമുക്ക് പാലില് മാറ്റം വരുന്ന ഒരു ഫീഡാണത്, ബൂസ്റ്റർ മിക്സ്. നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യം ഒരു ആഴ്ചയിലൊക്കെ എന്തായാലും 30-40 ടണ്ണിന്റെ അടുത്തൊക്കെ നമുക്ക്
സെയിലുള്ള ഐറ്റമാണ്. അപ്പോൾ ഈ കാണുന്ന ആളുകളുടെ വീട്ടിലൊക്കെ പശു വളർത്തുന്നുണ്ടാവും, താറാവ് വളർത്തുന്നുണ്ടാവും, എങ്ങനെയാണ് എത്തിച്ചു കൊടുക്കുക? അതായത് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എത്തിച്ചു കൊടുക്കുക? നമുക്ക് കേരളത്തിൽ ഒരുവിധം എല്ലായിടത്തും ഡീലേഴ്സ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഒരെണ്ണം എടുക്കുന്ന 2 എണ്ണം എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിലും എത്തിക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥലത്ത് ആരാണോ ആ ഏരിയയിൽ ആരാണോ നോക്കുന്നത് ഡീലർമാരുണ്ട്. പുതിയ ഡീലർഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പുതിയ സ്ഥലങ്ങളിൽ ഇപ്പോ എല്ലാ സ്ഥലത്തും എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റില്ല. ഡീലർഷിപ്പിന്റെ കാര്യം പറഞ്ഞ് എടുത്തു പറഞ്ഞിട്ട് തന്നെയാണ്. അതായത് ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ടല്ലോ, അദ്ദേഹത്തിന് ഫാം ഉണ്ട്, ആ ഫാമിലേക്ക് ഇത് കൊണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ആളുകൾ കൊടുത്തപ്പോ അവർക്ക് എപ്പോഴും വേണം പറഞ്ഞ ആള് ഡീലറായി മാറി. നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു പറഞ്ഞത് വിളിച്ച കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് ചെയ്താലും പറഞ്ഞു മതി എന്ന് പറഞ്ഞു. അപ്പൊ എപ്പോഴും എല്ലാവരും കൂടി ഒരുമിച്ച് വിളിക്കുമ്പോൾ ചിലപ്പോ കോള് എടുക്കാൻ അപ്പൊ വാട്സപ്പ് ചെയ്യാം, തീർച്ചയായിട്ടും റിപ്ലൈ കിട്ടും.